ഇന്നത്തെ റെസിപ്പി ഒരു ലൈം റൈസാണ്. എല്ലാവർക്കും അറിയാം ലൈം റൈസ്, ചിലർക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് സ്കന്ദഷഷ്ടിയായിട്ട് ഞാൻ പ്രസാദമായിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മോൻ്റെ അടുത്ത് ഇത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറഞ്ഞു, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിന് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതല്ല ഉച്ചയ്ക്ക് നമുക്ക് പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കണം, വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ഞാൻ വെളിച്ചെണ്ണ ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അതിലേക്ക് കടുക് ഞാനിട്ടു, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് പൊട്ടുകടല അതല്ലെങ്കിൽ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് കപ്പലണ്ടി. ഇതൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് ഇതെല്ലാം ചേർത്താൽ. പിന്നെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂസ് കുറച്ചിട്ടു, പിന്നെ വറ്റൽമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പില. ഈ നട്ട്സ് എല്ലാം ഒന്ന് മൂക്കുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിസ്മിസ്, നമ്മൾ മധുരം, ചില കുട്ടികൾക്ക് മധുരം ഇഷ്ടം കാണില്ല കഴിക്കുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് അത് മാറ്റാം, വേണ്ട, ഉപയോഗിക്കേണ്ട. ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പച്ചമുളക് 2 എണ്ണം ഞാനിട്ടു, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി അതിനൊരു കളർ കൊടുക്കാൻ ഒരു ചെറിയ ഒരു ഫ്ലേവർ വരും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇതും കൂടെ ഇടുമ്പോഴേ നല്ലൊരു മണം വരുള്ളൂ. നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം, കരിഞ്ഞു പോകരുത്. പിന്നെ ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൽ ഉപ്പ് ചേർത്ത് ഉണ്ടാക്കാം. ചോറിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് വേവിച്ച് വെച്ചിരുന്ന ചോറാണ്. വേവിച്ച് ചൂടോടെ ചേർക്കരുത്, കുറച്ചൊന്ന് തണുത്ത ശേഷം വേണം ചേർക്കാൻ. ഇത് അധികം ഒന്ന് വെന്ത് പോകരുത്, നല്ല കുഴഞ്ഞു പോവും റൈസ്. ഇത് കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിൽ മിക്സായി വരണം. അപ്പോൾ ചിലപ്പോൾ എല്ലാ റൈസും കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഫ്ലേവർ എല്ലാ റൈസിലും എത്തൂല, റൈസ് കൂടിപ്പോയാൽ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കി നോക്കണം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ബാക്കി വരും. ഞാനിതിപ്പോൾ 1/4 കപ്പ് റൈസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ലൈം പുളിക്കനുസരിച്ച്, ചിലർക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവർ അധികം ചേർക്കണ്ട, ഞാൻ കുറച്ചേ ചേർത്തോളൂ. ഞാൻ തൈരിൻ്റെ ഒരു പൊട്ടറ്റോ സാലഡാണ് ഇതിന് യൂസ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ലൈം കുറച്ചേ ചേർത്തോളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.